അമ്മേ ശരണം ദേവീ ശരണം. പരിപാവനവും പരിശുദ്ധ പ്രസ്തുതമായ ക്ഷേത്രാങ്കണത്തിലെ 7ാം തിരുവുത്സവത്തോടനുബന്ധിച്ച് വൻപിച്ച ഘോഷയാത്ര ഇപ്പോൾ ക്ഷേത്ര മൈതാനത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഇതാ ഘോഷയാത്ര കടന്നു വരുന്നു. ഗായത്രി ഓയിൽ മിൽസ് സ്പോൺസർ ചെയ്യുന്ന നരകാസുരവധം. തഥാസ്തു. തഥാസ്തു. 7 ലക്ഷ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനും സ്പോൺസർ ചെയ്തിരിക്കുന്ന മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഫോൾട്ട് കടന്നു വരുന്നുകൊള്ളുകയാണ്. വൻപിച്ച ഘോഷയാത്ര കഴിഞ്ഞിരിക്കുകയാണ്. കാട്ടാക്കട ഡെനീഷും ഭാര്യ അവതരിപ്പിക്കുന്ന ഗാനമേള ഉടനടി തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദീപാരാധന തൊടാനുള്ള ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്ര അങ്കണത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ദീപാരാധന അല്ലെന്നേ, പിന്നെ ആ കടലക്കാരൻ ആ കപ്പലണ്ടി വണ്ടിക്കിട്ട് തല്ലിയാ. നല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുക. തനിക്ക് എന്നാത്തിന്റെ കാര്യം എനിക്ക് അറിയാൻ മേലെ ചോദിക്കുക. കപ്പലണ്ടിട്ട് പറക്കട്ടെ. എടോ കപ്പലിട്ടിട്ട് പറക്കാൻ നേരത്തെ ഇങ്ങിട്ട് നല്ലല്ലോ. അല്ല എത്ര നേരം എന്ന് പറഞ്ഞത് ദീപാരാധന കപ്പലണ്ടി പറക്കുമ്പോ കറക്കോന്ന് കേൾക്കുന്നുള്ളത് ഒരു മിനിറ്റ്. ഹലോ, ഇതെന്നെ സംഭവം ഇതിന്റെ തറവാടക എന്നായിരുന്നു. തറവാട ഇത് ഇപ്പൊ തറയിൽ വിൽക്കുന്ന സാധനം അല്ലല്ലോ, ഇത് എല്ലാം മേളിലേക്ക് പോണ സാധനമല്ലേ. എന്റെ പൊന്നു സുഹൃത്ത്, ഇവിടെ ഞങ്ങളുടെ അമ്മയുടെ കമ്മിറ്റിക്കാരുണ്ട്. ഇത്രയും പേര് ഇവിടെ കച്ചവടം നടത്തുന്ന ഒരു തറവാടക തന്നിട്ട് നിനക്ക് മാത്രമേ തരാൻ ഇത്ര ബുദ്ധിമുട്ട്. ഞാനൊരു കാര്യം പറയാ, ഇവിടെ എങ്ങാനും ഈ സാധനം എങ്ങാനും ഇട്ട് വിൽക്കുന്ന ഞങ്ങൾ കണ്ട ഇതങ്ങനെ കൂട്ടിയിട്ട് ഞാൻ കത്തിക്കുള്ള കാര്യം ഞാൻ പറയാം. കാര്യങ്ങൾ അനോണിച്ച് 3 ദിവസമായിട്ട് ഈ ഉത്സവപ്പറമ്പിൽ കിടന്ന് കറങ്ങുക. എന്തിനാണ് എന്നെ വിളിച്ചോണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. എനിക്ക് എന്റെ അച്ഛൻ ഇവിടെ വരും എന്നല്ലേ പറഞ്ഞത്. അച്ഛനെ വരുമെന്ന് പറഞ്ഞത് അച്ഛനെ കണ്ടുപിടിക്കാൻ ഫോട്ടോ വല്ലതും ഉണ്ടോ നിന്റെ? ഇല്ല, ഫോട്ടോ ഇല്ല. ഫോട്ടോ ഇല്ല, പിന്നെ എങ്ങനെ അച്ഛനെ കണ്ടുപിടിച്ചു? ഞങ്ങളുടെ ചെറുപ്പത്തിൽ അച്ഛൻ ഇവിടെ ഒന്ന് ഒളിച്ചോടി പോയതാ. അമ്മയുടെ മരണക്കിടക്കയിൽ അമ്മ എന്നോട് പറഞ്ഞു അച്ഛൻ ഉത്സവത്തിന് മുടങ്ങാതെ ഇവിടെ വരാറുണ്ടെന്ന്. ഈ അമ്പലത്തിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും അടയാളം ഉണ്ടോ? അമ്മ പണ്ട് ചട്ടകത്തിന് തുടയിൽ പൊള്ളിച്ചൊരു പാടുണ്ട്, അച്ഛന്റെ തുടയിലുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ആറൊക്കെ മുണ്ട് പോക്കണോടാ. ഈ അരി മേടിച്ച് തരിക നീ. ഇത് ഈ പുള്ളിയാണ്. അതെന്നാ നോക്കിയേ, ഒരാളെ തപ്പി ഇറങ്ങിയതാ. അവിടെയോ? ഞാൻ എന്റെ അച്ഛനെ തിരക്കി ഇറങ്ങിയതാ. അച്ഛനെ തിരക്കി ഇറങ്ങിയതാ. നിന്റെ അച്ഛനെ തിരക്കി ഇറങ്ങാണോ? ആ, ഇതുപോലെ ഇരിക്കും നിന്റെ അച്ഛൻ. ഇതല്ല, അത് ഇവിടെ വന്ന് തിരക്കിയോണ്ട് ചോദിച്ചാ. ഇതുപോലെ അതല്ല, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല പുലിയാണ്. എന്നാ ഇതായിരിക്കുള്ളൂ. ഇതാണോ? ഇങ്ങനെയല്ല, അച്ഛനെന്ന് പറഞ്ഞ ഒരു പാവായിരുന്നു. അപ്പൊ ഇതായിരിക്കും അതല്ല, പുള്ളി ഒരു വിഷമിച്ച അച്ഛന്റെ തുടയിൽ ഇങ്ങനെ ഒരു പാടുണ്ട്. അപ്പൊ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയത് ഞങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാ. ഞാനല്ലല്ലോ. അല്ലല്ലോ. എന്നാ പോടാ. ചെറുപ്പക്കാരനാണെങ്കിൽ പിന്നെ ഈ ഇവരുടെ ആ കണക്കൊന്ന് എന്നെ കാണിക്കുന്നേ. അല്ല, ഒരാളെ നോക്കി ഇറങ്ങിയതായിരുന്നു. ആരാ ഇതിനകത്തിരിക്കുന്നത്? അല്ലോ, ഇതിനകത്ത് ആളില്ല. ഇവിടെ മറുകം ഉണ്ടായിരുന്നോ എന്ന് അറിയാനായിട്ട് വന്നായിരുന്നു. അറിയാം എനിക്കോ? എന്റെ ഇവിടുത്തെ മറവ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ കാണിക്കാണ്. ഇവന്റെ അച്ഛനെ കാണാതെ പോയിട്ട് വർഷങ്ങളായി. അപ്പൊ അവന്റെ അച്ഛന്റെ തുടയിൽ ഇവിടെ ഒരു പാടുണ്ടെന്ന് പറഞ്ഞു, അത് തപ്പി ഇറങ്ങിയതാ. ഇവിടെ വരുമെന്ന് പറഞ്ഞു. രാമേന്ദ്ര വല്ല അറിയുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കോളൂ. തന്റെ ഇവിടെ വല്ല മറുകൊണ്ടോ തന്റെ മക്കൾ വല്ല ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അതെന്നെ പണിയാ രാമേന്ദ്ര കാണിച്ചേ. ഞങ്ങൾ അവിടെ പരിപാടി കാണാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കാം. തല്ലി മേടിച്ച അരികൂടാ നീ എനിക്ക്. നീ ആരടി നോക്കണം? അച്ഛൻ ഇവിടെ ഇവിടെ അച്ഛനൊന്നും ഇവിടെ ഇല്ല. അച്ഛൻ ഷാപ്പിൽ ഇരിക്കണ കണ്ടല്ലേ? കണ്ടോ? പിന്നെ ഫുൾ ചെലവാണ്. കൺട്രാക്ടിന്റെ ഞാൻ പൈസ കടം മാറ്റി വെച്ചിട്ടുണ്ട്. എന്ത് വേണം മേടിച്ചോ. വാങ്ങിച്ചോ. പിന്നെ കള്ളാം ദൈവമേ 300 രൂപ ഉള്ളു. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളാം. നമുക്ക് അഞ്ഞലൂഞ്ഞാല് കയറാം. അഞ്ഞലൂഞ്ഞല്ലേ കപ്പലിന്റെ പൈസ വെച്ചിട്ട് ആരെയൊന്നും താമൂര് കുടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് പിടിക്കുന്നത്. കപ്പലിന്റെ പൈസ വെച്ചിട്ട് അത് അറിയാതെ നിർത്തല്ലേ? പൈസ വെച്ചിട്ട് പോടാ. ചുമ്മാ പൈസ 50 രൂപ ഉള്ളൂ. മൊബൈൽ പൈസ നീ അങ്ങോട്ട് നോക്കല്ലേ. ഇവിടെ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ. അങ്ങോട്ട് നോക്കണേ. ഇവിടെ എന്തെങ്കിലും ഇവിടുന്ന് കപ്പലിന്റെ മതി.
കപ്പലിന് കപ്പലിന് എത്ര രൂപ കാണും? 300 രൂപയ്ക്ക്. 300? ആ, എന്റെ അച്ഛനെ കപ്പലിൽ വലിയ ഇഷ്ടമാണ്. അണ്ണാനാടി എന്റെ അച്ഛൻ കപ്പലിന് കൊടുക്കല്ലേ? കൊച്ചു ചോദിച്ചല്ലേ? എത്ര രൂപയായി മൊത്തം? 350 രൂപയായി. പൈസ ഇല്ല, 50 രൂപ ഇല്ല. മൊബൈലിൽ പൈസ ഉണ്ടോ? നോക്കട്ടെ. ഇല്ലണ, ചില്ലറയൊന്നും കിടപ്പില്ല. എടാ അതല്ലത് ഗൂഗിൾ പേ ഉണ്ടോ? ഇവിടെ ഗൂഗിൾ പേ ഉണ്ടോ? എനിക്ക് ഗൂഗിൾ പേ ഉണ്ട്. ഇങ്ങനെ 100 രൂപ എനിക്ക് അയച്ചാ. എന്നെ വിളിച്ചോണ്ട് പോ. വേറെ ഒന്നും വേണ്ടല്ലോ. ബലൂൺ വേണം. ഏത് ബലൂണ്? ഈ ബലൂണ്. ആണോ? ഒരു ബലൂണ് ചേർത്താണ്. അങ്ങടെ മാറ്റി വെച്ചിരുന്ന 100 രൂപ ജമ്പ് വാങ്ങിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന് വേറെ വെള്ളം വേണമെന്ന് പറയില്ല കേട്ടോ. ആണോ? എത്ര രൂപ? 500. അയ്യോ പൈസ എടു. പൈസ നാട്ടിക്കല്ലേ, കാമുകിയാണ്. അത് ഈ മൊബൈൽ ഇരിക്കട്ടെ, പിന്നെ വരാം. പൈസ പറയല്ലേ. എന്തിനാണ് ഇതിനെ കൊണ്ട് കുറിച്ച് പറഞ്ഞു പോന്നെ? മൊബൈൽ ചേട്ടാ, ഇത് എടുക്കല്ലേ. അത് വേണം. ഒരു 12 തൊട്ടാണ് മൊബൈൽ എടുത്തിട്ട്. പക്ഷേ നിങ്ങൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജൂനിയർ ഏഷ്യാസ് കാട്ടാക്കട ഡെനീഷ് നയിക്കുന്ന ഗാനമേള ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതായിരിക്കും. എന്റെ കൊച്ചിനെ കാണാനില്ല. നീ വന്ന ഇവിടെ ഇല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇവിടെ ഇരിക്കും. ഉത്സവപ്പറമ്പൊക്കെ ആ നേരത്ത് ഇത് നിങ്ങൾ അച്ഛന്മാരിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ. പേരെങ്ങനെ? കണ്ണായി. എവിടെ നിന്ന് വരുന്നത് നിങ്ങൾ? നമ്മള് ചിന്നക്കടയത്. പിന്നെ നിങ്ങളുടെ പേരോ? സുകുമാരൻ. അമ്മേ ശരണം ദേവി ശരണം. ചിന്നക്കടയിൽ നിന്ന് വന്ന കണ്ണനെ തിരക്കി സുകുമാരൻ കമ്മിറ്റി ഓഫീസിൽ നിൽപ്പുണ്ട്. കണ്ണൻ എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ദേവി ശരണം. പിന്നെ വല്ല അടയാളം വല്ലതും ഉണ്ടോ? നിങ്ങൾ ടെൻഷൻ അടിക്കാതെ കറുപ്പാണ്. കറുപ്പെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കറുത്ത വരുന്നില്ല. അപ്പൊ എങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും? പല്ല് തന്നെ വെളുപ്പാണ്. പല്ല് നല്ല വെളുപ്പാണ്. ഇപ്പൊ എല്ലാവരുടെയും എളുപ്പല്ലേ. തല മറച്ചിട്ടുണ്ട്. മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് ഇവര് പറയുന്നത്. അപ്പൊ കണ്ടുപിടിക്കാൻ പാടായിരിക്കുമല്ലോ. മാസ്ക് അല്ല. പറഞ്ഞോ? അല്ല, നെറ്റിപ്പട്ടം. ആ, താൻ ആരെ കാണുന്നില്ലല്ലോ പറഞ്ഞേ. അല്ല, ഘോഷയാത്രയെ കൊണ്ടുവന്ന് എന്റെ ആന കണ്ണനെ കാണാനില്ല. പോയി കണ്ടുപിടിച്ചോളൂ. കണ്ണാ, കണ്ണാ, എന്റെ കണ്ണം വന്ന് തുമ്പിക്കൈ വെച്ച് ആശ്ലേഷിക്കുന്ന എന്റെ കണ്ണാ. കണ്ണാ, കണ്ണാ, തുടങ്ങാം. ജൂനിയർ ഏഷ്യാസ് ഡെനീഷ് പത്തനംതിട്ടയിലെങ്ങാണ്ട് താമസിച്ചേ വരത്തോളൂ. എന്താ അവിടെ താമസിക്കുന്നത്? എവിടെ താമസിക്കാന്ന് പറ. അതിൽ വരുന്ന വഴിക്ക് വണ്ടി കണ്ട് പഞ്ചർ അരമണിക്കൂർ എടുക്കുന്നു. ഇവിടെ ഈ ഗാനമേളക്കാർ വരുന്നവരെ ഇവര് നമ്മൾ പിടിച്ചിരുത്തിയേ പറ്റുള്ളൂ. സൂണൻ നമ്മൾ പഞ്ചായത്തിലെ ഡിസ്കോ ഡാൻസർ അല്ലേ? പണ്ടൊക്കെ കളിച്ചോണ്ടിരുന്നല്ലേ. ഗാനമേളക്കാർ വരുന്നവരെ ഇവരെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് 2 അനൗൺസ് ചെയ്തിട്ട് അവനെ ഒന്ന് കയറ്റി കളിപ്പിക്കാന്ന്. അവൻ കയറി കളിക്കൂ. നിങ്ങൾ പോയി ചോദിക്കും. ഞാൻ ചോദിക്കില്ല. ഞാൻ പോയി ചോദിക്കാം. സമാധാനം. എന്നാ സ്കെച്ചാണോ നീ? ആര് തൂണോട് വാടക ചോദിക്കുന്നേ? വാടകയല്ലല്ലോ വിഷയം. അതല്ല, ഗാനമേളക്കാരൻ വരാൻ ഇച്ചിരി താമസിക്കും. അതുവരെ അവരൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ചെറിയ ഡിസ്കോ. പറയില്ല, അങ്ങനെ പറയില്ല. നമ്മുടെ മാനത്തിന് നമ്മുടെ വില പറയരുത്. നീയൊക്കെ വന്നു പറഞ്ഞ എന്നെ ചൂടാകലായിരുന്നു അവിടെ നേരത്തെ തറവാടൊക്കെ നേരത്തെ അങ്ങനെ ചെയ്യുന്ന നേരത്തെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെറിയ ഡിസ്കോ. ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഡ്രസ് എടുക്കാനായിരിക്കും അല്ലേ? പിള്ളേരെ വെച്ച് വന്ന ആളെ നീ ആരെ വിടൂല. ചെറിയൊരു ദേഷ്യത്തിൽ വരുന്ന നമ്മൾ കാലപ്പെട്ടു. വല്ലാത്തൊരു സ്കെച്ചാണ്. 2 ആംപ്ലിഫയർ പൊട്ടിയിട്ടുണ്ട്. 2 ആംപ്ലിഫയർ പൊട്ടിയിട്ടുണ്ട്. ഒരു പൈസ ആംപ്ലിഫയർ ഒന്നും പൊട്ടിട്ടില്ല. ആംപ്ലിഫയർ വാടകയ്ക്ക് എടുത്തോ അവിടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് അവിടെ ചെതറി ചേട്ടാ, ബലൂൺ എവിടെ? അവൻ പൊട്ടിച്ച് ഒന്ന് അനൗൺസ് ചെയ്തതിന് ഒരു കിടുക്കനൊരു പരിപാടിക്ക് ശേഷം പാടി നീ എന്നെ പേടിക്കണം. നമ്മളെറിയുന്ന നാടിനെ എറിയുന്ന നമ്മുടെ നാടിന്റെ പൊന്നോമനയായ സുഗുണൻ അവതരിപ്പിക്കുന്ന ഒരു കിടിലൻ ഡിസ്കോ ഡാൻസ് ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിൽ അരങ്ങേറുന്നതായിരിക്കും. ഓക്കെ, അത്ര മതി. മോളിന്റെ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ. നീ ജനിച്ചപ്പോഴത്തേക്ക് നിർത്തി. നന്നായി. അതുകൊണ്ട് എന്റെ കൊച്ചിന് ഇപ്പൊ അച്ഛനുണ്ട്. നമ്മൾ വേറൊരാളുടെ ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പേര് തന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയോ? ഞാനന്ന് ആരും ഇങ്ങോട്ട് ഇറങ്ങി. ഷേവ് ചെയ്താ
ആത്മാർത്ഥത നോക്കണേ. നമ്മുടെ നാടിന്റെ പൊന്നോമനയായ സുഗുണൻ അവതരിപ്പിക്കുന്ന അടിക്കുന്നു കഴിഞ്ഞിട്ട് ഒരത്തിഗ്ര ഡിസ്കോ. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഗായകനെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആരംഭിക്കും. ആ മൈക്കൊക്കെ കറക്റ്റായിട്ട് കയറ്റി ഹലോ ഹലോ ഇതൊക്കെ ലൈറ്റ് പൊട്ടി പോകുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഉടനെ തന്നെ ഹലോ 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 നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജൂനിയർ യേശുദാസ് ഡെനീഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഗാനമേള ആരംഭിക്കുന്നതായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ കലാകാരനോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. സൂര്യനായി തഴുകിയുറക്കമൂണൂമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. സൂര്യന പ്രിയമുള്ളവരെ, നമ്മുടെ വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 3 വർഷമായിട്ട് തിരക്കി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ അച്ഛനെ നമ്മുടെ ഈ ഉത്സവ ദിനത്തിൽ തന്നെ അദ്ദേഹത്തിന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. നോക്ക് 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 നോക്ക്. അച്ഛനെ ഇവിടെ പാടുണ്ട് ചട്ടത്തിന് വിളിച്ച അയ്യോ, അപ്പൊ ഈ നിങ്ങളുടെ അച്ഛനെ ഇതാണ് ഈശ്വരാ. ഞാനല്ല അച്ഛൻ. പാടുകാലുണ്ട് നിങ്ങൾ അച്ഛനാ. അത് ശരി. അപ്പൊ 10-15 കൊല്ലമായിട്ട് നിങ്ങൾ എന്നെ പറ്റിക്കുകയാണല്ലേ? എന്റെ പൊന്നുമായ നീ വിശ്വസിക്ക്. നീയാണ് സത്യം. നമ്മുടെ ഒരു മോനാണ് സത്യം. ഞാൻ ഇപ്പോഴും അച്ഛനല്ലല്ലോ. എനിക്കൊരു മോനും ഇല്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ആ കാര്യം പറയാം. അതെ, തൃപ്രാർ അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അന്ന് ആ പരിപാടി 8 നില പൊട്ടി. അന്നേരം അവിടുത്തെ കമ്മിറ്റിക്കാര് തീവട്ടിക്ക് കുത്തിയ പാടാ ഈ പാട്. ഈ പാട് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ടീമിൽ 23 പേർക്കും ഉണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ ഡ്രൈവറിനും ഉണ്ട് ഈ പാട്. വേണമെങ്കിൽ അവളെ പോയി പൊക്കി നോക്കണ തല്ലി. ഡ്രൈവറിന്റെ അടുത്ത് പോ.